നമസ്കാരം. കഴിഞ്ഞ 21 മാസമായി പെട്രോൾ ഡീസൽ വില ഉയരാതെ പിടിച്ചു നിർത്തിയെന്നത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ നൂൽപാദത്തിലൂടെ വഴുതി വീഴാതെ ശ്രദ്ധാപൂർവം നീങ്ങിയാണ് ഇന്ത്യ കുറഞ്ഞ വിലയിൽ അസംസ്കൃത എണ്ണ സംഘടിപ്പിച്ച് ഇന്ത്യൻ പെട്രോൾ ഡീസൽ വില ഉയരാതെ പിടിച്ചു നിർത്തിയത്. റഷ്യയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, വെനിസ്വേലയിൽ നിന്നും, സൗദിയിൽ നിന്നുമെല്ലാം മാറി മാറി കുറഞ്ഞ വിലകളിൽ അസംസ്കൃത എണ്ണ വാങ്ങി സംഭരിച്ചാണ് ഇന്ത്യ എണ്ണ വിലക്കയറ്റം കഴിഞ്ഞ 21 മാസമായി പിടിച്ചു നിർത്തിയത്. 2024 മെയ് മാസത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് 2 രൂപ പെട്രോളിനും ഡീസലിനും കുറയ്ക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $75 എന്ന നിലയിൽ നിന്നും $123 വരേക്കും ഉയർത്തിയിട്ടും ഇന്ത്യ വില കൂട്ടാതെ പിടിച്ചു നിന്നു. റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നാണ്യപ്പെരുപ്പത്തിന്റെ സഹനപരിധി 6% വരെയാണ്. നാണ്യപ്പെരുപ്പം 4% നിലനിർത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നാണ്യപ്പെരുപ്പത്തെ ബാധിക്കുന്ന പ്രധാന ഘടകം പെട്രോൾ ഡീസൽ വിലയാണ്. ഇത് പിടിച്ചു നിർത്തുന്നതിലാണ് നാണ്യപ്പെരുപ്പം 6% കുറഞ്ഞ തോതിൽ നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരുകയാണ്. മധ്യേഷ്യയിൽ യുദ്ധ സാഹചര്യത്തിന് ഇതുവരെയും അയവ് വന്നിട്ടില്ല എന്നത് ആശങ്കാജനകമാണ്. ഇതോടെ എണ്ണവില പിടിച്ചു നിർത്താൻ പുതിയ വഴികൾ തേടുകയാണ് മൂന്നാം മോദി സർക്കാർ. ആരൊക്കെ എതിർത്താലും റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ വാങ്ങുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു വിദേശ രാജ്യത്തിനും ഇന്ത്യയെ തടയാനാവില്ലെന്നും കേന്ദ്രമന്ത്രി പ്രസ്താവിച്ചു. നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും എതിർത്തിരുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആരെതിർത്താലും എന്ന പ്രയോഗം കേന്ദ്രമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തിൽ എണ്ണ വില ഉയരുന്ന സാഹചര്യത്തിൽ വില കുറവിൽ എണ്ണ വാങ്ങിയാലേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂ. അതിനാലാണ് റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ വാങ്ങുക എന്ന നിലപാടിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഉറച്ചു നിൽക്കുന്നത്. ഇന്ത്യയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന ഘടകം പെട്രോൾ ഡീസൽ വില തന്നെയാണ്. അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കുമ്പോൾ അത് എന്തിനൊക്കെ വിള്ളൽ വരുത്തുമെന്ന് തികച്ചും ആശങ്ക ഉളവാക്കുന്നതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമാക്കി മിസൈൽ വർഷം നടത്തുകയാണ് ഇസ്രായേൽ. ഇതിനോടകം തന്നെ നിരവധി ഭീകരരെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.